ഹലോ വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം നിങ്ങളീ കാണുന്നത് ന്യൂ ഇയറിൻ്റെ ഇവിടുത്തെ ഫയർ വർക്കാണ് കേട്ടോ. ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസമായി അറിയാം. എന്നാലും ഇപ്പോഴാണ് കേട്ടോ എനിക്കൊന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയത്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ വീഡിയോസ് ഫുള്ളായിട്ട് കഴിഞ്ഞൊരാഴ്ചത്തെ സംഭവങ്ങൾ മൊത്തമാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും ഈ ഒരു 2026 നല്ലൊരു വർഷം ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് നമ്മുടെ വീട്ടിൽ നിന്ന് കാണുന്ന ഫയർ വർക്കാണ് കേട്ടോ. നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ എവിടെയും പോയില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ സങ്കടത്തിലായിരുന്നു കേട്ടോ. കാരണം നോർമലി നമ്മൾ എല്ലാ വർഷവും ന്യൂ ഇയർ നാട്ടിലാണ് ആഘോഷിക്കാറ്. ഷിച്ചൻ്റെ വീട് കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിക്കാർക്ക് ന്യൂ ഇയർ ഭയങ്കര സംഭവമാണല്ലോ. അപ്പോൾ മിക്കവാറും എല്ലാ വർഷവും നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ നാട്ടിലായിരിക്കും. ഈ വർഷം ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടോ, നാട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ 3 പേരും വീട്ടിൽ തന്നെ ഇരുന്നിട്ടായിരുന്നു നമ്മുടെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ. ചെറിയൊരു കേക്ക് കട്ടിങ്ങും വൈനൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ നമ്മുടെ ന്യൂ ഇയർ. അപ്പോൾ ഈ ഡെക്കറേഷൻസൊക്കെ അമ്മൂൻ്റെ വകയാണ് കേട്ടോ. ഫുൾ ടേബിൾ ഡെക്കറേഷൻ അമ്മൂസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് അമ്മു തന്നെയാണ് കേട്ടോ, വീഡിയോ എടുത്തത് അമ്മു തന്നെയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതേ നമ്മൾ ചെറിയൊരു കേക്കൊക്കെ വാങ്ങിച്ചു. അതേ നമ്മളിവിടെ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ ടു അസ്, ഹാപ്പി ന്യൂ ഇയർ ടു അസ്, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ ടു അസ്. ഹലോ ഗൈസ്, നോക്ക് പടക്കം. പടക്കോ? കമ്പിത്തിരി പടക്കം. ഇവിടെ വെച്ചോ? അതപ്പോ അമ്മയ്ക്കും വേണോ? അത് രണ്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് കത്തിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ച കമ്പിത്തിരിയാണ് കേട്ടോ അത്. ക്രിസ്മസ് നമ്മളിവിടെ ഉണ്ടായില്ല, നമ്മൾ ബാർസലോണയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പോയി വന്നൊരു ക്ഷീണവും സംഭവമൊക്കെ ആയി. ന്യൂ ഇയറും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ കമ്പിത്തിരിയൊക്കെ കത്തിച്ചത്. Oh guys. Oh no. Oh no. Oh no. Oh. Hello guys, yo hot guys. Ding 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 ding. Ay. Ding 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 എന്താണ്? ആ നീ കണ്ടാ? നീ നാളെ എടുത്തോ? നീ നമ്മുടെ കുഞ്ഞ് സെലിബ്രേഷൻസ് ഒക്കെ അങ്ങനെ ദേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല കേട്ടോ. അത് കുറച്ച് കമ്പിത്തിരി വാങ്ങിച്ചു, നമ്മൾ 3 പേരൂടെ കത്തിച്ച് അങ്ങനെ കളിച്ചു. അങ്ങനെ ഇത് വേറൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തെ കാഴ്ചയാണ് ഇത്. നല്ലൊരു സ്നോഫോൾ ഉണ്ടായിട്ടോ അന്ന്. ഇതേ രാവിലെ ഞാൻ ഇറങ്ങിയേക്കുവാണ്. അപ്പം നല്ല സ്നോഫോൾ ഉണ്ട് കേട്ടോ ഇന്ന്. കുറേ നാളായി നമ്മൾ വെയിറ്റ് ചെയ്യണം, കാരണം എല്ലാവിടെയും സ്നോഫോളാണ്. നെതർലാൻഡ്സിലും ജർമ്മനിയിലും UK-ലും. പക്ഷേ ഇവിടെ സ്വിറ്റ്സർലൻഡിലും നമ്മുടെ സ്ഥലത്ത് നമുക്ക് എല്ലാവിടെയും വായിക്കാത്ത മഞ്ഞുപോയി കിട്ടിയ സ്നോഫോൾ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ദേ ഇന്നിപ്പോൾ നല്ല സ്നോഫോളുണ്ട്. ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ദേഹത്തൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പോൾ കാലത്ത് 8 മണിയായിട്ടോ. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ പോണ വഴി ഇതാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാവേ. തെന്നുന്നുണ്ട് കേട്ടോ. വീണ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇവിടെ നല്ല തെന്നലുണ്ട്. അപ്പോൾ സ്നോ ഇങ്ങനെ വീണ് തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല തെന്നലുണ്ട്. പിന്നെ സ്നോ വീണാൽ പിന്നെ നാട്ടിൽ വിളിച്ച് എല്ലാവരെയും കാണിക്കുക എന്നുള്ളത്
ലിഖിതമായ നിയമമാണല്ലോ. പിന്നെ വീട്ടിലൊക്കെ വിളിച്ച് എല്ലാവരെയൊക്കെ കാണിച്ചു. ഞാനങ്ങനെ അത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഫുൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ട്രെയിൻ കയറി അടുത്ത സ്റ്റേഷനിൽ പോയി ഇറങ്ങി. നെക്സ്റ്റ് ഇതേ ഇപ്പോൾ മെട്രോയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മെട്രോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ മഞ്ഞ് വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ശരിക്കും. എന്താ പറയുക, നമ്മുടെ ചെറുപ്പകാലത്തെ നമ്മുടെ ഒരു ഡ്രീമാണല്ലോ സ്നോ കാണുക എന്നുള്ളതൊക്കെ. അങ്ങനെ സ്നോ കാണുന്നു, സ്നോഫോള് കാണുന്നു, നമ്മുടെ ദേഹത്ത് സ്നോ വീഴുന്നു. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ. കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഭയങ്കര എന്താ മഞ്ഞ് വീണാക അലമ്പാവുന്നതൊക്കെ ഓർത്തിട്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്നോഫോള്. ഞാനങ്ങനെ എൻ്റെ സ്ഥലത്തെത്തി ഇറങ്ങിയപ്പോഴേ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ നടക്കുന്നത്. നല്ല രസമുണ്ട് ഇങ്ങനെ സ്നോയിൽ കൂടെ നടക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ഒരു രാവിലെ കുറച്ച് നേരം ഒരു സ്നോഫോൾ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മഴ പെയ്തു. അപ്പോൾ ഈ വീണ സ്നോ ഒക്കെ അങ്ങോട്ട് അലുത്തു പോയി കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണുന്നത് സാറ്റർഡേ, ഈ ശനിയാഴ്ച നല്ലൊരു സ്നോഫോൾ നമുക്ക് കിട്ടി. പക്ഷേ സ്നോഫോൾ ഉണ്ടെങ്കിലും അങ്ങനെ വീണ് നിലത്ത് കിടക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം തന്നെ അലുത്തലുത്ത് പോവുകയാണ്. ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ലീവാണ്. നമ്മളെല്ലാവരും വീട്ടിലുണ്ടായിരുന്നിട്ട് അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ ഇന്നത്തെ സ്നോഫോൾ. ഇന്നാണെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും സ്നോഫോൾ തന്നെയായിരുന്നു. ഫുൾ ടൈം സ്നോഫോൾ ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഴുന്നത് അതുപോലെ അലുത്ത് പോവുകയാണ്. അതുകൊണ്ടാണ് നിലത്ത് സ്നോ ഒന്നും കാണാത്തത് കേട്ടോ. ശരിക്കും മഴ പെയ്തിട്ട് വെള്ളം പോകുന്ന പോലെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അത്രയും സ്നോഫോൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിതേ വീട്ടിലോട്ടൊക്കെ വിളിച്ച് എല്ലാവരെയും കാണിച്ചു. നാട്ടിലോട്ടൊക്കെ ഷീച്ചറിൻ്റെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ, അതുപോലെ തന്നെ നമ്മുടെ ദുബായിലുള്ള ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ച് പിന്നെ സ്നോഫോൾ കാണിക്കലായിരുന്നു കേട്ടോ നമ്മുടെ പണി. അമ്മുതേ സ്ലീവ്ലെസ്സൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സ്നോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും ഭയങ്കര വലിയ വലിയ സൈസിലാണ് കേട്ടോ അത് വീഴുന്നത്. പക്ഷെ നിലത്ത് വീഴുമ്പോൾ തന്നെ അതങ്ങനെ വെള്ളമായിട്ട് പോവുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് നിലത്തൊന്നും കാണാൻ പറ്റാത്തത്. അപ്പോൾ നമ്മളിതേ പൂക്കീനെ വിളിക്കുകയാണ് കേട്ടോ സ്നോ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആൾ തണുത്തിട്ട് വേഗം അകത്തോട്ട് ചാടി കയറി. അതേ സുനിട്ടാ കൊള്ളാല്ലേ. പുറത്ത് ഇത്രയും മഞ്ഞ് വീഴുമ്പോൾ നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളിതേ തൊപ്പിയും കൊടയും എല്ലാ ഗ്ലൗസും സംഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിതേ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു, ചിലപ്പോൾ ഇപ്പം തീരും എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ സ്നോഫോൾ തീരുന്നേ ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ഞങ്ങളിതേ മഞ്ഞത്ത് നടക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ് കേട്ടോ ഈ സ്നോഫോളിൽ. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് നല്ല രസമുണ്ട്. നമുക്ക് ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് ഇതേ പാർക്കിലോട്ടാണ് കേട്ടോ. അവിടെ ആകുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ, ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. നിങ്ങളിങ്ങനെ മഞ്ഞെടുക്കാം വീഡിയോ. വാ രാവിലെ തുടങ്ങിയ സ്നോഫോളാണ് കേട്ടോ. പക്ഷെ ഒന്നും നിലത്തങ്ങനെ അധികം ഇല്ല. അലുത്തലുത്തലുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീഴുന്നതൊക്കെ. രാവിലെ തുടങ്ങിയ സ്നോഫോളാണ്. വലുതാല്ലേ വീഴുന്ന വലിയ പീസുകളാ. വലിയ പീസുകൾ വീണത്. ഷേപ്സ് ഒന്നുമില്ല. ഇത് കണ്ടോ? ശരിയാണ്, കടയിൽ പോയിട്ടില്ല. Look at my kannada, guys. നമ്മൾ അയ്യോ ഫുള്ള് ഫോഗായ നമ്മൾ 3
ടേസുകൾ മഞ്ഞത്ത് ചുമ്മാ നടക്കാൻ ഇറങ്ങിയേക്കോട്ടെ, ഒരു കാര്യമില്ല. വീട്ടിൽ വെറുതെ ഇരുന്ന അയ്യോ കണ്ടില്ല, വീട്ടിൽ ചുമ്മാ ഇരുന്നതാ. അപ്പോൾ ഇതേ ചുമ്മാ നടക്കാൻ ഇറങ്ങിയേക്കോ. എവിടെ വരണം? ഒരെണ്ണത്തിനെ കാണാനില്ല. അതേ വരണം. അമ്മുവിൻ്റെ പാർക്കാണ് കേട്ടോ. അത് പക്ഷെ നല്ല രസമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഫുള്ള് നനയുണ്ട്, തൊപ്പിയൊക്കെ ഉണ്ടോ, പക്ഷെ നല്ല രസമുണ്ട്. ഞങ്ങളങ്ങനെ കുറേ നേരം പാർക്കിൽ ഇങ്ങനെ കളിച്ചു കേട്ടോ. അപ്പോൾ അമ്മൂന് സ്നോമാൻ ഉണ്ടാക്കണം, പക്ഷേ സ്നോമാൻ ഉണ്ടാക്കാൻ മാത്രം മഞ്ഞൊന്നും നിലത്തില്ല കേട്ടോ. നന്നായിട്ട് വീഴുന്നുണ്ട്, പക്ഷെ ഫുള്ളിങ്ങനെ നിലത്ത് പോകണതുകൊണ്ട് സ്നോമാൻ ഉണ്ടാക്കാനുള്ള മഞ്ഞൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കളിച്ച് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു നമുക്ക് കുറച്ച് നേരം കൂടെ നടക്കാമെന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ പോകാൻ സമ്മതിക്കുന്നേ ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെയും നടക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെയും പോവുകയാണ് കേട്ടോ. പക്ഷെ ശരിക്കും കുറച്ചൊക്കെ നേരം നിന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മടുക്കുക. ഒരു കുറച്ച് നേരം ഒരു എൻജോയ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ തണുക്കാൻ തുടങ്ങും, പിന്നെ നമുക്ക് മടുക്കും കുറേ നേരം കണ്ടു കഴിയുമ്പോഴത്തേക്കും. എന്നാലും ദേ അമ്മ നിർബന്ധിച്ചു, വീട്ടിൽ പോകാൻ സമ്മതിക്കുന്നില്ല അവള്. അങ്ങനെ ഞങ്ങളിതേ വീണ്ടും നടക്കുക. ആന്റിക്ക് പട്ടി ഉണ്ടായില്ല, കുഴപ്പമൊന്നുമില്ല. പൂച്ച അല്ലാണ്ട് ഇവൻ പൂച്ചനോട് അധികം പ്രശ്നമൊന്നുമില്ല. പൂച്ചനോട് അപ്പോ ആ ഉണ്ടോ നിങ്ങൾ റോട്ടിലോട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, വെള്ളം ഇങ്ങനെ മഴ പെയ്തിട്ട് ഒഴുകി പോണ പോലെ പോവാണ് കേട്ടോ. റോട്ടിൽ നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ അതേ ഒരു ചെറിയൊരു കുന്നു പോലൊക്കെ ഉണ്ട്, അതിൻ്റെ മുകളിലൊരു പള്ളിയാണ്. അപ്പോൾ നമ്മളവിടെ തന്ന പള്ളിയുടെ മുകളിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അപ്പയും അമ്മവും കൂടെ മഞ്ഞിൻ്റെ മുകളിൽ അമ്മയാന്ന് എഴുതുകയാണ് കേട്ടോ. പക്ഷേ മിഷൻ ഫെയിൽഡാണ്. അതിന് മാത്രം മഞ്ഞില്ലാത്തതുകൊണ്ട് വായിക്കാൻ പറ്റുന്നുണ്ടായില്ല. ലെറ്റർ ഉണ്ടോ? തണുത്ത് മരച്ച് ജലദോഷം ഒന്ന് മാറിയതേ ഉള്ളൂ, നാളെ വീണ്ടും തുടങ്ങും. അങ്ങനെ കുറേ നേരം മഞ്ഞത്ത് നടക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ദേ വീണ്ടും വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടുത്ത ദിവസത്തെ വേറൊരു ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ അമ്മു സ്കീയിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സംഭവങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കുവാണേ. പിന്നെ മുടി മുടി ഇതാവില്ലല്ലോ, മുടി കുടുങ്ങും ചിലപ്പോ. സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതെ ഇതിന്റെ പേരെന്താ ചേട്ടാ, ഇതിന് എന്താ പറയാ? പിന്നെ അതെ അമ്മന്റെ ഗ്ലാസ് എല്ലാം ഉണ്ട്. ഇറങ്ങിയിട്ട് എന്താണേലും നീ പിടിക്കണമല്ലോ. അങ്ങനെ പിടിച്ചാൽ മതി. ബൈ ബൈ. ഒന്നും പറഞ്ഞിട്ടില്ല. അറിയാലോ, ഇതൊക്കെ അറിയാലോ. ഉടക്കി ഞാനത് വെച്ച എടുക്ക നോക്കി നോക്കൂ. രണ്ടും കൂട്ടി മുട്ടിക്കാണ് താഴ്ച. ദൂരം ഇവിടെ പിടിക്കും, ഇവിടെ പിടിക്കും.
അമ്മൂസിൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ അമ്മൂന് സ്കീയിങ്ങിന് പോകണം എന്ന്, സ്കീയിങ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതേ നമ്മൾ അമ്മൂസിനെ സ്കീയിങ്ങിൻ്റെ ക്ലാസ്സിന് ചേർത്തിട്ടുണ്ടായി. അപ്പോൾ അമ്മു ഫസ്റ്റ് ഡേ അമ്മു പോവുകയാണ് കേട്ടോ സ്കീയിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഫസ്റ്റ് ദിവസം പോയപ്പോൾ തന്നെ ആൾ പഠിച്ചിട്ടാണ് കേട്ടോ വന്നത്. നന്നായി അവൾക്ക് ഇഷ്ടപ്പെട്ടു, പഠിച്ചു. അപ്പോൾ ഒരു 4 ദിവസത്തെ ക്യാമ്പായിരുന്നു കേട്ടോ ഇത്. രാവിലെ പോയിട്ട് വൈകിട്ട് വരും, അങ്ങനെയായിരുന്നു. അപ്പോൾ അതേ ഫസ്റ്റ് ഡേ അമ്മൂസ് പോവുകയാണ് സ്കീയിങ്ങിന് വേണ്ടിയിട്ട്. കോലും ഹെൽമറ്റും ഷൂസും എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഷൂവും ആ സ്കീ ചെയ്യുന്ന എൻ്റെ പേരറിയില്ല ആ സംഭവമൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സംഭവം ഇപ്പോൾ ഫസ്റ്റ് ഡേ കൊണ്ടുപോയാൽ പിന്നെ അവർ അവിടെ തന്നെ വെച്ചോളും, പിന്നെ ലാസ്റ്റ് ഡേ തിരിച്ചു കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് നമ്മളിത് റെൻറ്റിനാണ് ഈ സംഭവങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ, ഷൂ ഒക്കെ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ റെൻറ്റിന് എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് അമ്മൂസിനെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്കീ ക്ലബ്ബ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ക്ലബ്ബുകാരാണ് അമ്മൂനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ തന്നെ കൊണ്ടുപോയിട്ട് വൈകിട്ടാവുമ്പോൾ അവർ കൊണ്ടുവരും. എന്താണ് എല്ലാം ഉണ്ട്. അമ്മ പറഞ്ഞ എല്ലാ സാധനവും സങ്കടം വരുന്നത്. സങ്കടം അപ്പൊ ഫുൾ സെറ്റായി. അടിച്ചു പൊളിച്ച് സ്കീ ചെയ്തിട്ട് വരൂ. പിള്ളേരെ കാണിക്കാൻ പറ്റില്ല, ശരി. ബേബീസ് ഉണ്ട് ഇവിടെ. ഇതാണ് പോകാനുള്ള വണ്ടി. അപ്പോൾ കുറേ കുട്ടികളുണ്ട് കേട്ടോ, കുറേ കുഞ്ഞു കുട്ടികളുണ്ട്. അമ്മൂസിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ദേ അമ്മു വണ്ടിയിലേക്ക് കയറി. നാൾ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ, ഫസ്റ്റ് ഡേ ആണല്ലോ. അതുകൊണ്ട് തന്നെ അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ പോകുന്നത്. പോയി വന്നിട്ടും ഇഷ്ടപ്പെട്ടു, നല്ല ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇനിയും വിടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെ നല്ല സേഫായിട്ട് കൊണ്ടുപോയി വൈകിട്ട് ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടാക്കും കേട്ടോ. അപ്പോൾ അമ്മു ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഇൻസ്ട്രക്ടേഴ്സാണ് കേട്ടോ ബ്ലൂ ഇട്ടേക്കുന്ന എല്ലാവരും. അങ്ങനെ അമ്മൂസ് പോയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നാളായിട്ട് പറയുന്ന ആഗ്രഹമാണ്, ഇവിടെ വന്നപ്പോൾ തൊട്ട് പറയുന്നതാണ് കേട്ടോ അവൾ സ്കീയിങ്ങിന് പോകണം. അപ്പോൾ അടുത്ത് കുഞ്ഞു മക്കളെ തൊട്ട് വലിയ ആൾക്കാർ വരെ എല്ലാവരും സ്കീ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ. ഇൻസ്ട്രക്ടേഴ്സായിട്ട് 9 പേര് കൂടെയുണ്ട്. അപ്പോൾ ഒരാൾക്ക് എന്നാലും 2 പേര് വെച്ച് ഉറപ്പായിട്ടുണ്ടാവും. ഫസ്റ്റ് പഠിക്കാൻ ഡെബ്യൂട്ടൻസ് ആണ് കേട്ടോ. അത് ഫസ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികളാണ്. എന്താണെങ്കിലും അമ്മൂന് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. സംസാരിക്കാൻ പറ്റുന്നില്ല, ചുണ്ടൊക്കെ കോച്ചി പോണു. ബൈ.